3.5 വർഷമായിട്ട് തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം. ഇതിൽ ഉക്രൈനിലെ കീവിന് നേരെ 800-ലധികം ഡ്രോണുകളാണ് ഒറ്റ ദിവസം റഷ്യ അയച്ചത്. മാത്രമല്ല അവിടുത്തെ സർക്കാർ ഓഫീസുകൾക്ക് വരെ ആക്രമണം. ഇതുവരെ അത് സംഭവിച്ചില്ല. ഉക്രൈൻ തിരിച്ച് റഷ്യയുടെ ഈ എണ്ണ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന മേഖലയിൽ ആക്രമിച്ചു. അതായത് ഹംഗറിക്കും സ്ലോവാക്യയ്ക്കൊക്കെ എണ്ണ കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനാണ്. അപ്പോൾ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയല്ലേ? ഞാൻ അതിൻ്റെ സീക്വൻസ് ശരിയാണോയെന്ന് എനിക്ക് സംശയമുണ്ട്. മലയാള മാധ്യമങ്ങളാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഞാൻ നോക്കിയില്ല. ഈ ഹംഗറിയിലേക്കും സ്ലോവാക്യയിലേക്കും എണ്ണ കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ, അത് ഉക്രൈൻ റഷ്യ അതിർത്തിയിൽ റഷ്യയുടെ സ്ഥലത്തൂടെയാണ് പൈപ്പ് ലൈൻ പോകുന്നത്. അത് കഴിഞ്ഞ ആഴ്ച ഉക്രൈൻ ബോംബ് ചെയ്തിരുന്നു. അവരുടെ ഒരു പമ്പിങ് സ്റ്റേഷൻ അതും ബോംബ് ചെയ്തിരുന്നു. അത് സെലൻസ്കി പറഞ്ഞത് അത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ആവേശ കമ്മിറ്റി, ഒരു ബ്രിഗേഡിയറോ ആരോ കയറി ചെയ്ത പണിയാണത്. അത് ചെയ്തുകൂടായിരുന്നു. കാരണം ഹംഗറിയും സ്ലോവാക്യയും അതിഭയങ്കരമായിട്ട് ചൂടായി. അത് രണ്ടുപേരും അമേരിക്കയുടെ അടുത്ത് പ്രൊട്ടസ്റ്റ് ലോഞ്ച് ചെയ്തു. സ്ലോവാക്യ പറഞ്ഞു ഉക്രൈന് കീവിനെ ഞങ്ങൾ ആക്രമിക്കും. അപ്പോൾ ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്പിലേക്ക് റഷ്യൻ എണ്ണ ഡയറക്റ്റ് പോകുന്നുണ്ട് എന്നും ഇതോടെ വെളിപ്പെട്ടു, ലോകത്തിന് ബോധ്യപ്പെട്ടു. അതൊരു തമാശ. സ്ലോവാക്യ ചൂടായിട്ട് പറഞ്ഞു കീവിൽ ഞങ്ങൾ ആക്രമണം നടത്തും, മര്യാദയ്ക്കിരുന്നോളൂ. ട്രംപിനാണ് ഹംഗറി ഡയറക്റ്റ് മെസ്സേജ് കൊടുത്തത്. ഹംഗറിയോട് പറഞ്ഞു സ്ലോവാക്യയോടും പറയണം ഇതെന്ത് ഭ്രാന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ട്രംപ് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഇവിടെ യുക്രൈനിൽ അമേരിക്ക വിന്യസിച്ച ചില മിസൈലുകളുണ്ട്, അതിനെ സോഫ്റ്റ്വെയർ വഴി നിർവീര്യമാക്കി. പാർട്ട് ഓഫ് ദ മിസൈൽ നിർവീര്യമായി. അപ്പോൾ അത് സെലൻസ്കിക്കുള്ളൊരു മെസ്സേജായിരുന്നു, യൂറോപ്പിനെ തൊട്ടാൽ വിവരം അറിയും എന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. അതിനുശേഷം യുക്രൈൻ ഇവരുടെ ഒരു ആണവ നിലയത്തിന് നേർക്കും ആക്രമണം നടത്തിയത്. കാര്യമായിട്ട് ഏഷ്യയില്ല, ബട്ടൊരു ആക്രമണം നടത്തിയിരുന്നു. ഏതായാലും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് പുടിൻ ഇപ്പോൾ ഈ അടി കൊടുത്തിരിക്കുന്നത് കീവിനിട്ട്. അപ്പോൾ അതിനു മുമ്പ് വീണ്ടും ഈ പൈപ്പ് ലൈൻ ആക്രമിച്ചോ എന്നാണ് എൻ്റെ സംശയം. അതിൻ്റെ സീക്വൻസ് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്ത് വാങ്ങിക്കോട്ടെ, ആക്രമിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ കീവിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് പുടിന് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതുവരെ അത് ചെയ്തില്ലെന്നേ ഉള്ളൂ. പുടിൻ്റെ ഒരു ദയയിൽ സെലൻസ്കിയുടെ കീവ് ആക്രമണ വിധേയമാകാതെ ഇങ്ങനെ നിന്നു. എപ്പോൾ വേണമെങ്കിലും പുടിനത് ചെയ്യാമായിരുന്നു, ചെയ്തില്ല. ഇപ്പോഴാണ് ചെയ്തത്, അത്രയേ ഉള്ളൂ. പുടിൻ്റെ റേഞ്ച് എവിടം വരെ വരുമെന്ന് പറയുമ്പോൾ പടിഞ്ഞാറോട്ട് വന്നു കഴിഞ്ഞാൽ ജർമ്മനി വരെ വരും. ജർമ്മനിയും ക്രോസ് ചെയ്യാനൊക്കെ പറ്റും. യൂറോപ്പിൻ്റെ ബേസിക് പേടി അതാണ്. റഷ്യ ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് വികസിക്കുമോ, ഇതാണ് ഫ്രാൻസിൻ്റെ, ഇറ്റലിയുടെ, ജർമ്മനിയുടെ ഒക്കെ പേടി അതാണ്. ഇങ്ങേരെ പടിഞ്ഞാറോട്ട് വികസിക്കും. പുടിൻ്റെ പേടി നേരെ തിരിച്ചാണ്. ഇവന്മാരെല്ലാം കൂടെ കിഴക്കോട്ട് വികസിക്കും. ഇതാണ് പുടിൻ്റെ പേടി. ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ മൂലകാരണം എന്താണ്? യൂറോപ്പ് റഷ്യയെ പേടിക്കുന്നു, റഷ്യ യൂറോപ്പിനെ പേടിക്കുന്നു. ഇതിൻ്റെ നടുക്ക് ചില ന്യൂട്രൽ രാജ്യങ്ങൾ വേണം എന്ന് റഷ്യ ആഗ്രഹിക്കുന്നു. ആ ന്യൂട്രൽ രാജ്യങ്ങളിൽ ഒന്ന് യുക്രൈനായിരിക്കണം. യൂറോപ്പിൻ്റെയും റഷ്യയുടെയും ഇടയ്ക്ക് ന്യൂട്രൽ, ഒരു ബഫർ സോൺ പോലെ ഇവർ കിടക്കണം. ഈ നമ്മുടെ ഉക്രൈൻ, ഫിൻലൻഡ്, യുക്രൈൻ, പിന്നെ മറ്റേ കുറേ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്. ഇവരെല്ലാം ഒരു ബഫർ രാജ്യമായിട്ട് കിടക്കണം, ന്യൂട്രലായിരിക്കണം. പക്ഷേ ഇവർ നാറ്റോ സഖ്യക്കാരുടെ തീരുമാനം യുക്രൈനെ ഞങ്ങളുടെ കൂടെ നിർത്താം, അപ്പോൾ റഷ്യയുടെ കടന്നുവരവ് നമുക്ക് തടയാൻ പറ്റും. റഷ്യ പറയുന്നത് എൻ്റെ കടന്നുവരവ് നിങ്ങൾക്ക് തടയണമെങ്കിൽ നിങ്ങളിടയ്ക്ക് ന്യൂട്രൽ രാജ്യങ്ങളെ വയ്ക്കണം, അല്ലാതെ നിങ്ങൾ എൻ്റെ വേലിക്കൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ സംഗതി ശരിയാവില്ല, കാരണം എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല. ഇതാണ് ഈ ഡിസ്പ്യൂട്ടിൻ്റെ. അപ്പോൾ യുക്രൈൻ ഇതുവരെ ന്യൂട്രലായിട്ട് നിന്നു. ഈ സെലൻസ്കി വരുന്നതുവരെ അവർ ന്യൂട്രലായിട്ടാണ് നിന്നത്.
സെലൻസ്കി ഞാൻ വലിയ പണിക്കരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി തുടങ്ങിയതും സെലൻസ്കിയുടെ ആഗ്രഹം നാറ്റോ രാജ്യങ്ങളുടെ കൂടെ അതിൻ്റെ നാറ്റോ സഖ്യത്തിൽ ചേരണമെന്ന്. നാറ്റോ സഖ്യത്തിൽ ചേരാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് റഷ്യ പിണങ്ങുകയും അടി തുടങ്ങുകയൊക്കെ ചെയ്തത്. 2020 തന്നെ എനിക്ക് തോന്നുന്നു ക്രീമിയയൊക്കെ റഷ്യ പിടിച്ചെടുത്തു, അങ്ങനെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടെങ്കിലും നാറ്റോയിൽ ചേർന്നേ അടങ്ങുള്ളൂ എന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ആക്രമണം തുടങ്ങി. പിന്നെ ഈ പ്രശ്നം മുഴുവൻ തുടങ്ങി. ഇപ്പോൾ അമേരിക്കയും പറഞ്ഞു ശരി, നാറ്റോയിൽ ഉക്രൈനെ ചേർക്കുന്നില്ലെങ്കിൽ വേണ്ട, ഇനി പുടിന് ആ പേടി വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കും, US ഗ്യാരണ്ടി, സെക്യൂരിറ്റി ഗ്യാരണ്ടി. അത് നാറ്റോ കൊടുക്കുന്നതും അമേരിക്ക കൊടുക്കുന്നതും ഒരുപോലെയല്ലേ? നാറ്റോയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് തന്നെ അമേരിക്കയാണ്. നാറ്റോ സഖ്യത്തിലെ ടോപ്പ് കോൺട്രിബ്യൂട്ടർ ആരാണ്? അമേരിക്കയാണ്. അമേരിക്കയുടെ സംരക്ഷണത്തിൽ 10-27 യൂറോപ്യൻ രാജ്യങ്ങൾ കഴിയുന്നു. അതാണ് നാറ്റോ സഖ്യം. അല്ലാതെ ഇവർക്ക് ഇവരുടേതായ പട്ടാളമോ സംഗതിയോ ഒന്നുമില്ല, ആയുധങ്ങളുമില്ല. അതാണ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ നാറ്റോ മീറ്റിങ്ങിൽ ട്രംപ് പറഞ്ഞു, അവനവൻ്റെ ആയുധം അവനവൻ ഉണ്ടായിക്കൊള്ളണം, സംരക്ഷിച്ചോളണം, അല്ല എൻ്റെ ചിലവിൽ കഴിയാനും നോക്കണ്ട എന്ന് പറഞ്ഞ് അവരെ ഞെട്ടിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ അവരുടെ ഇത് ഡിഫൻസ് വിഹിതം കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഈ അമേരിക്ക ഞങ്ങൾ ഗ്യാരണ്ടി നിൽക്കും എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് നാറ്റോ മെമ്പർഷിപ്പ്. അതാണ് പുടിൻ പറയുന്നത്. നാറ്റോ വേറൊരു പേരിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ സംഭവം നാറ്റോ തന്നെയല്ലേ. യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു നിങ്ങൾ സീസ് ഫയർ നടത്തുക, ആ സീസ് ഫയർ ഉറപ്പിക്കാനായിട്ട് ഞങ്ങളുടെ പട്ടാളത്തെ അവിടെ വിടാം. പുടിൻ പറഞ്ഞു നടക്കുന്ന കാര്യമില്ല. ഒരു മനുഷ്യൻ യുക്രൈൻ്റെ പട്ടാളക്കാരല്ലാതെ വേറെ ആരെങ്കിലും യുക്രൈനിൽ കാലുകുത്തിയാൽ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. ഐ വിൽ ട്രീറ്റ് ദം ആസ് എനിമീസ്. പുറത്തുനിന്നൊരു പട്ടാളത്തെയും ഞാൻ അനുവദിക്കില്ല യുക്രൈനിൽ. ഫലത്തിൽ യുക്രൈൻ്റെ കൺട്രോൾ ഇപ്പോൾ പുടിൻ്റെ കയ്യിലാണ്. സെലൻസ്കി ഇങ്ങനെ വാചകടിക്കാനായിട്ടിരിക്കുന്നതാണ്. അല്ല, ഈ ട്രംപ് ഇതിനകത്തൊരു മീഡിയേറ്റർ നിലയിൽ ചർച്ച നടത്താനായിട്ട് സെലൻസ്കി എടുത്ത് പോയപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വന്നല്ലോ, ഇറ്റലി, ഫ്രാൻസും ജർമ്മനിയും UK എല്ലാവരും വന്നില്ല, ഞങ്ങളുടെ നേതാക്കളോട് വന്ന് ചർച്ച ചെയ്യാം, നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട്. അത് ഈ ചെറുക്കന് പേടിയായിട്ടാണ് സെലൻസ്കിക്ക്. ഇതിനു മുമ്പ് ഒരു തവണ പോയപ്പോൾ വൈറ്റ് ഹൗസിൽ അടിയും മഴക്കൊക്കെ കഴിഞ്ഞിട്ട് ചാപ്പാടും കഴിക്കുക ഇറങ്ങപ്പെടാ, അവന് ചോറ് കൊടുക്കണ്ട, ഭക്ഷണത്തിനെ വിളിച്ചത് അവനെ. ചർച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് പിരിയാമെന്ന് പറഞ്ഞിട്ടാണ് പ്രോഗ്രാം. ട്രംപ് എന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നത് അടുക്കളയിൽ വിളിച്ചു പറഞ്ഞു, ഇടി അവൻ പച്ച വെള്ളം കൊടുക്കുന്നത് ഇറങ്ങണ പുറത്ത്. നമ്മൾ യു ഡോണ്ട് ഹാവ് കാർഡ്സ് എന്നൊക്കെ പറഞ്ഞ് ചൂടായി. അവനും കുറേ ഒച്ചയൊക്കെ വെച്ച്, അവനാണെങ്കിൽ ഒരു മാവളപ്പൻ, ആ ഒച്ചയൊക്കെ വെച്ചിട്ട് പിണങ്ങി പിരിഞ്ഞതാണ്. രണ്ടാമത് പോകുമ്പോൾ ഇതുപോലത്തെ സീനായാലും എന്ത് ചെയ്യും? ഇവൻ്റെ ഈ ധിക്കാരവും ട്രംപിൻ്റെ ഈ പ്രാന്തും ഇത് രണ്ടും കൂടെ ചേർന്ന് വലിയ അലമ്പാവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെല്ലാം കൂടെ ഓടിച്ചെന്നത്. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും കൂടെ വരാമെന്ന്. അതൊന്നും വേണ്ട, എനിക്ക് വേണ്ട, നീ പോയി ആ കാർന്നവനെടുത്ത് പിന്നെ ആടി ഉണ്ടാക്കി കച്ചറയാക്കും, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്തിരിപ്പുണ്ടെന്ന് കാർന്നവരെ അറിയിച്ചിട്ട്, കാർന്നവരെ ഞങ്ങളിവിടെയുണ്ട്, ചെറുക്കിന് ഇപ്പോൾ വല്ല വേണ്ടതിനും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കണം, ഞങ്ങൾ സംസാരിക്കാം. അങ്ങനെയാണ് ഇത് ചെയ്തത്. ഇവനെ സെലൻസ്കിയെ പേടിച്ചിട്ടാണ് ഇവരെല്ലാം കൂടെ പോയത്. അത് കുറഞ്ഞ ആൾക്കാരാണ്. യൂറോപ്യൻ യൂണിയൻ, നാറ്റോ മൊത്തം, നാറ്റോയുടെ ജനറൽ സെക്രട്ടറി, മറ്റേതിൻ്റെ പ്രസിഡൻറ്റ്, മണ്ഡലം പ്രസിഡൻറ്റ്, മകരവിളക്ക് സെക്രട്ടറി, ഇതെല്ലാം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെയും പിടങ്ങിയ വാചകടായിട്ട് നീ പോടാന്നൊക്കെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമാണ് ഈ കാർന്നവരെ മാനേജ് ചെയ്യാൻ. അതുകൊണ്ട് പേടിച്ചിട്ട് പോയതാണ് അവർ. പക്ഷെ അങ്ങനെ പോകുമ്പോഴും ഈ പറയുന്ന സെലൻസ്കിയുടെ കൊട്ടാരം ഉൾപ്പെടെ, അല്ലെ സെലൻസ്കിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇനി തകർക്കാനല്ലേ റഷ്യ. കാരണം ഇത് ആദ്യമായിട്ട് 800ഓളം ഡ്രോൺ ഉപയോഗിച്ച് അവരുടെ സർക്കാർ ഓഫീസുകൾ വരെ ആക്രമണം നടത്തും എന്ന് പറഞ്ഞാൽ സെലൻസ്കിയുടെ പ്രസിഡന്റിൻ്റെ ആ കൊട്ടാരം പോലും ആക്രമിക്കപ്പെടാവുന്നൊരു സൂചനയല്ലേ? മിസൈലും ഉണ്ട്. സെലൻസ്കിയെ പ്രസിഡൻ്റായിട്ട് പുടിൻ അംഗീകരിക്കുന്നില്ല. പുടിൻ അത് പറഞ്ഞിട്ടില്ലെങ്കിലും ലാവ്റോവ് അത് പറഞ്ഞു, അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഒന്ന്, ആ മനുഷ്യൻ വളരെ ശാന്തനായിട്ട് ഇത്രയും ഡീസൻ്റായിട്ട് സംസാരിക്കുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ അന്താരാഷ്ട്ര തലത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി സംസാരത്തിൽ സെർജി ലാവ്റോവാണ്, റഷ്യയുടെ വിദേശകാര്യമന്ത്രി. പുള്ളി ശാന്തനായിട്ട് പറഞ്ഞു, ലെജിറ്റിമസി എന്താ സെലൻസ്കിയുടെ? ലെജിറ്റിമേറ്റ് അല്ല, ഈസി എ റൂളർ ദർ. അവരുടെ തന്നെ യുക്രൈൻ്റെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഈ മനുഷ്യൻ അവിടെ പ്രസിഡൻ്റ് അല്ല. ഇങ്ങനൊരു ടേം പണ്ടേ കഴിഞ്ഞു.
അല്ല, അത് യുദ്ധം എമർജൻസി ആയതുകൊണ്ട് പുള്ളി കണ്ടിന്യൂ ചെയ്യുകയാണ്. ശരി, അവരുടെ ഭരണഘടനയിലുണ്ടോ ഇങ്ങനെ എമർജൻസി ആണെങ്കിൽ പ്രസിഡൻറ്റിന് കണ്ടിന്യൂ ചെയ്യാൻ തിരഞ്ഞെടുപ്പില്ലാതെ? ഭരണഘടനയിലില്ലല്ലോ. ഇപ്പോൾ പുടിൻ എക്സ്റ്റെൻഡഡ് ടൈമിലാണ് ഇരിക്കുന്നത്. ബട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ട് എന്നിട്ട് ആ ഭരണഘടനയിലെ പ്രൊവിഷൻ അനുസരിച്ച് പുള്ളി ചെയ്യുന്നു. ഈ പാർട്ടി പ്രസിഡൻറ്റുമാരെയൊക്കെ 2-3 തവണ നിയമിക്കാറുണ്ടല്ലോ. അപ്പോഴൊക്കെ ചെയ്യുന്നത് പാർട്ടിയുടെ ഭരണഘടനയെ അവർ അമെൻഡ് ചെയ്യും. ആദ്യം നാഷണൽ കൗൺസിലൊക്കെ വിളിച്ചിട്ട് പാർട്ടി ഭരണഘടന അമെൻഡ് ചെയ്യുന്നു. അമെൻഡ് ചെയ്തിട്ട് 3-ാം തവണ ഒരാൾക്ക് പ്രസിഡൻ്റ് ആവാം. ശരി, അങ്ങനെ 3-ാം തവണ ആക്കുന്നു. ഇതൊന്നും സെലൻസ്കി ചെയ്തിട്ടില്ല. അയാൾ ലെജിറ്റിമേറ്റ് പ്രസിഡൻ്റ് അല്ല. അയാളെ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? അയാളുമായിട്ട് ഞങ്ങളൊരു കരാർ ഒപ്പിടുന്നു എന്ന് വെച്ചോ. നാളെ ഉക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടക്കും. അടുത്ത പ്രസിഡന്റ് വരും. അയാൾ പറയും മറ്റേ ആൾ അൺഓതറൈസ്ഡ് ആയിരുന്നു. ഈ സെലൻസ്കി എനിക്കറിയില്ല. ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് അങ്ങനെ ഒരു പ്രസിഡന്റ് ഇല്ല. അയാളുടെ ടേമൊക്കെ പണ്ടേ കഴിഞ്ഞതാണ്. ടേമിന് ശേഷം അയാൾ ഒപ്പിട്ട ഡോക്യുമെൻ്റ് ഞാൻ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് ബാധകമല്ല. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പ്രസിഡന്റ് വരട്ടെ, അപ്പം ഞങ്ങൾ സംസാരിക്കാം. ഇതാണ് ലാവ്റോവ് പറഞ്ഞത്. അത്രയ്ക്ക് പുച്ഛത്തോടെയാണ് അവർ സെലൻസ്കിയെ കാണുന്നത്. പുടിനും സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ശരി, ഒരു കാര്യം ചെയ്യും, അജണ്ട തയ്യാറാക്കി കൊണ്ടുപോവാ. ആദ്യം ഞങ്ങൾ നോക്കട്ടെ, എന്നിട്ട് സംസാരിക്കാം. ഇനി അജണ്ട നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും വേണ്ട, ഇസ്താൻബുളിൽ ഈ സമാധാന ചർച്ച നടക്കുന്നുണ്ടല്ലോ നേരത്തെ മുതൽ, ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോക്കോ, അതിൽ വരുന്നതനുസരിച്ച് ചെയ്യാം. ഇത് അമ്പിനും വില്ലിനും നീ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നീയോ അവിടുത്തെ പ്രസിഡൻ്റ് അല്ല ഞങ്ങളുടെ നോട്ടത്തിൽ. നീയുമായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ അമേരിക്കയും നരേന്ദ്രമോദിയും തമ്മിലൊരു കരാർ ഒപ്പിടുന്നു. നാളെ വരുന്ന പ്രധാനമന്ത്രി പറയുകയാണ് മോദിയൊന്നും ഇവിടെ പ്രധാനമന്ത്രി ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യും? ഒരു കണ്ടിന്യൂറ്റി വേണ്ടേ? ഇപ്പം ഭരണകൂടം എന്ന് പറയുന്നൊരു കണ്ടിന്യൂസ് അല്ലേ? അപ്പോൾ ഈ ഇരിക്കുന്ന ആൾ ലെജിറ്റിമേറ്റ്ലി ഇവിടെ പ്രസിഡൻ്റ് ആണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട്. അല്ല വെറുതെ ഒരാൾ കയറിയിട്ട് ഞാനാണ് ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് സമ്മതിക്കാൻ? അങ്ങനെയാണ് സെലൻസ്കി ഇപ്പം നിൽക്കുന്നത്. ഭരണഘടനാപരമായ ബാക്കപ്പ് ഇല്ല. മറ്റ് രാജ്യങ്ങളൊക്കെ അവനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു. ഉക്രൈൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു. റഷ്യ ചോദിക്കുന്ന അതുകൊണ്ട് ഞങ്ങൾ അവനെ അംഗീകരിക്കണമെന്നുണ്ടോ? നിങ്ങൾ ഏതോ ഒക്കെ പ്രാന്തനെ വാവളപ്പനെയൊക്കെ വിളിച്ച് ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു. ഞങ്ങൾ വി വിൽ നോട്ട് എഗ്രി ടു ദാറ്റ്. റഷ്യ അന്തിമ നീക്കത്തിന് ഒരുങ്ങുന്നു. അതാണ് ഈ കീവ് തകരുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് കാര്യങ്ങൾ. റഷ്യയുടെ ഒരേ ഒരു ആവശ്യം നിങ്ങൾ ന്യൂട്രലായിട്ട് നിൽക്കുക. ഇപ്പം ന്യൂട്രലായിട്ടല്ലേ യുക്രൈൻ നിൽക്കുന്നത്, ഓൾമോസ്റ്റ് ന്യൂട്രലായിട്ടാണ്. ഇനി ഇടയ്ക്കിടയ്ക്കുള്ള ശല്യങ്ങൾ അത് നോക്കാൻ റഷ്യക്കറിയാം. റഷ്യ വാസ്തവത്തിൽ യുക്രൈൻ യുദ്ധം പ്രാക്ടിക്കലി റഷ്യ ജയിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്കോ യൂറോപ്പിനോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.